ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാല് ഇപ്പൊ ഫേസ്ബുക്കില് എന്നെ പറ്റി എല്ലാവരും പ്രചരിപ്പിക്കുന്നുണ്ട്, ട്രോളുന്നുണ്ട്. സത്യം പറഞ്ഞാല് ഞാൻ സത്യം പറയാ, ആ വീഡിയോ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ കണ്ട വീഡിയോ, അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. കുറെ വർഷങ്ങളല്ല, ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ആണ്. പക്ഷെ അത് ആരോ ഒരാൾ ഇപ്പൊ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട്, പിന്നെ അവനെ കണ്ടിട്ട് വേറെ ആൾ ഇട്ട്, ഇങ്ങനെ ഇട്ടുകൊണ്ട് എന്നെ പരിഹസിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാല് ഞാൻ നല്ല രീതിക്ക് പറഞ്ഞതാണ്. അത് പറഞ്ഞതിൽ കുറച്ച് തെറ്റുകളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അങ്ങനെ പറയുന്നില്ല. ഞാൻ പറഞ്ഞ നല്ല ഉദ്ദേശിച്ചതാണ്, പക്ഷെ അത് മാറിപ്പോയി എന്തായാലും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഈ ഉസ്താദിൻ്റെ ഹൃദയം തുറന്നുള്ളൊരു മാപ്പ് വന്നിട്ടുണ്ട്. കാരണം ആ ഉസ്താദിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകളും പരിഹാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉസ്താദിൻ്റെ കയ്യിലും ചെറിയൊരു തെറ്റുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ ഒരു മാപ്പിനെ, അല്ലെങ്കിൽ ആ സ്വന്തം തെറ്റിനെ തുറന്ന് സമ്മതിക്കാൻ കാണിച്ച ഉസ്താദിൻ്റെ നല്ല മനസ്സിനെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാല് ഇപ്പൊ ഫേസ്ബുക്കില് എന്നെ പറ്റി എല്ലാവരും പ്രചരിപ്പിക്കുന്നുണ്ട്, ട്രോളുന്നുണ്ട്. സത്യം പറഞ്ഞാല് ഞാൻ സത്യം പറയാ, ആ വീഡിയോ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ കണ്ട വീഡിയോ, അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. കുറെ വർഷങ്ങളല്ല, ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ആണ്. പക്ഷെ അത് ആരോ ഒരാൾ ഇപ്പൊ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട്, പിന്നെ അവനെ കണ്ടിട്ട് വേറെ ആൾ ഇട്ട്, ഇങ്ങനെ ഇട്ടുകൊണ്ട് എന്നെ പരിഹസിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാല് ഞാൻ നല്ല രീതിക്ക് പറഞ്ഞതാണ്. അത് പറഞ്ഞതിൽ കുറച്ച് തെറ്റുകളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അങ്ങനെ പറയുന്നില്ല. ഞാൻ പറഞ്ഞ നല്ല ഉദ്ദേശിച്ചതാണ്, പക്ഷെ അത് മാറിപ്പോയി എന്തായാലും. അതുകൊണ്ട് ഞാൻ പറയാണ്, ട്രോളുന്നവരോടും എല്ലാവരോടും എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അത് ഞാൻ പറയുന്നുണ്ട്. ഇൻഷാ അള്ളാ ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇനി നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്യും ഇൻഷാ അള്ളാ. അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് എല്ലാവരും എന്നെ എന്തൊക്കെ വൃത്തികേടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ നല്ലൊരു ഉദ്ദേശം, ഞങ്ങൾക്ക് പണം കിട്ടാനോ റീച്ച് കിട്ടാനോ അങ്ങനൊന്നും അല്ല. ഞാൻ നല്ല ദീനിങ്ങനെ മറ്റുള്ളവർക്ക്, ഞാൻ കാരണം കൊണ്ട് ഒരാൾ എന്തെങ്കിലും ഒരു അറിവ് ചെയ്താണ്ടല്ലോ, അത് മതിയാവും എനിക്ക്. കാരണം ഞാൻ നാളെ ചിലപ്പോൾ ആ ഒരു കാരണമായിരിക്കും രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഉദ്ദേശത്തിലാണ് എല്ലാവർക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് വേറൊന്നും ഒരു ഉദ്ദേശമില്ല. അതുകൊണ്ട് ആ ട്രോളുന്നവരോടും ആ വീഡിയോ കണ്ടവരോടും എല്ലാവരോടും പറയാണ്, ആരോ ഇതാക്കിയതാണ്. പക്ഷെ എന്തായാലും ക്ഷമ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇനി ഞാൻ തെറ്റുകാരനെ നിങ്ങൾ ഉദ്ദേശിക്കണ്ട. ഇൻഷാ അള്ളാ നല്ല നല്ല വീഡിയോസിനായി ഇനി എപ്പോഴും ഇടും ഇൻഷാ അള്ളാ. നിങ്ങളെ നോക്കുക ഇൻഷാ. നമ്മളെ പേജും സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഈ ഉസ്താദിൻ്റെ നാട് ശരിക്കും കാസർഗോഡാണ്. കൊണ്ടോട്ടിയിലെ ഒരു സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്. ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി അയച്ചെന്നൊരു വീഡിയോ ആണ്, നിങ്ങളുടെ ചാനലിൽ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ആൾ വീട്ടിലാണുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു ആവേശത്തിന് ചെയ്തൊരു വീഡിയോ ആണ്. കാരണം നല്ല ഉദ്ദേശം തന്നെ ഉണ്ടായിരുന്നത്, ഒരു നന്മ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നാണ് ഉദ്ദേശം. പക്ഷേ മൂപ്പരെ ഭാഷാ ശൈലി, മൂപ്പരെ രീതികളൊക്കെ മറ്റുള്ളവർ പരിഹസിക്കാൻ ഇടയാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായി തുറന്നു പറയലിനെ നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. നമ്മളൊരാളെ വേട്ടയാടണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും വിമർശനത്തിന് വിധേയമായിരുന്നു. കാരണം അതിൽ പല പല വീഡിയോകളും അദ്ദേഹത്തിൻ്റെ ഈ ഓവർ ഇമോഷൻസ്, പിന്നെ ഭയങ്കര കരഞ്ഞിട്ട് ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കടപ്പുറത്ത് കെട്ടിപ്പിടിച്ചിരുന്നോട്ടെ, അതിന് നമ്മളെന്തിനാണ് കരയുന്നത്? ഞാൻ അങ്ങനെ മനസ്സിലാക്കിയില്ല. കാരണം മൂപ്പരെ വീഡിയോകളൊക്കെ വിമർശനത്തിന് വിധേയമാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിൻ്റെ പേരിൽ അയാളെ സൈബർ അറ്റാക്ക് നടത്താനോ, അദ്ദേഹമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി എന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന കുറേ ആളുകളുണ്ട്. ചില ആളുകൾക്ക് റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരാളങ്ങോട്ട് അടിച്ചില്ലാതാക്കുന്ന രീതിയാണ് ചില ആൾക്കാർ. അയാൾ ഈ സോഷ്യൽ മീഡിയക്ക് വരിക വേണ്ട. ഇതൊരു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, പറഞ്ഞ് മനസ്സിലാക്കിയാലേ കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഒരാളാണ്. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. ആ മനസ്സിലാക്കിയതിൻ്റെ പ്രകാരമാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ തയ്യാറാക്കിയിട്ട് അതെനിക്ക് പേഴ്സണലി അയച്ചു തന്നത്. നിങ്ങളിത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമായി നമുക്കത് അയച്ചു തന്നതിൽ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം നല്ലത് ഉദ്ദേശിച്ച് നമുക്ക് ചെയ്യുന്നത്, പക്ഷേ ചെയ്തത് എന്തായിപ്പോയി, വേറൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ ഇടവരുന്നൊരു രീതിയിലായിപ്പോയി. അപ്പോൾ എന്തായാലും ആ പിഴവുകൾ തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായതിന് വലിയ സന്തോഷമാണ്. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളുകൾക്ക് ഇതെന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ ഒരു ഉസ്താദിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ്. ഈ ഉസ്താദിൻ്റെ പ്രയോഗങ്ങളും ശൈലികളും മറ്റൊരാളെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണെന്നുള്ളതാണ് കാരണം. ഇതേ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഞാൻ ഇവിടെ പൂർണ്ണമായിട്ട് ഞാൻ കാണിക്കണില്ല. കാരണം ഏതെങ്കിലും ഒരാൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ എന്താ പറയുക പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ ഞാനായിട്ടൊരു കാരണം ആവണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം കടപ്പുറത്ത് വന്നപ്പോൾ രണ്ട് പേര് അവിടെ കയ്യും പിടിച്ചിരുന്ന് സംസാരിക്കുന്നത് ഇത് കണ്ടേക്ക് മൂപ്പര് കരയാണ്. മൂപ്പർക്ക് കരച്ചിൽ വന്നു. ആ മൂപ്പരെ കണ്ട സമയത്ത് അവർ സംസാരം നിർത്തി പോയത്ര. മൂപ്പര് ചോദിക്കണം, നിങ്ങൾ എന്തിനാണ് എന്നെ പേടിച്ച് ചെയ്യണത്? ഒരു പക്ഷേ മൂപ്പരെ വേഷത്തിന്, ഒരു ഉസ്താദിൻ്റെ വേഷം കണ്ട് പേടിച്ചിട്ടാവാം. അള്ളാനെ കണ്ടിട്ടല്ലേ പേടിക്കണം ഉസ്താദ് പറയുന്നത്.
പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ബേജാറായി കരയുമ്പോൾ നമ്മുടെ കാര്യം ഉറപ്പാണ് നമുക്ക് കിട്ടിയിരിക്കണോ? നമ്മൾ സ്വർഗത്തിലാണെന്ന് ഉറപ്പായിട്ടല്ലേ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ബേജാറാവേണ്ടുള്ളൂ. ഈ ഒരു ഹക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടില്ല. നമ്മുടെ ചുറ്റും ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നമുക്ക് തോന്നും, പക്ഷെ അത് വൈവിധ്യങ്ങളാണ്. നല്ലവരും ചീത്തവരും പല ജാതിയിലുള്ള ആളുകളുണ്ടാവും. നമ്മളതിൽ എന്തിനാണ് അസ്വസ്ഥരാവുന്നത്? നമ്മുടെ കാര്യം ഉറപ്പാവുന്ന രീതിയിലേക്ക് നമ്മൾ പോവുക. അത് മരണത്തിലേ ഉറപ്പാവുള്ളൂ. നമ്മുടേത് എന്താണ് എന്നുള്ളത്. ഒരു പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവില്ലായ്മയാവാം ആ ഉസ്താദ് ഈ രീതിയിലൊക്കെ പറയാൻ കാരണം. എന്തായാലും ഉസ്താദ് നല്ല മനസ്സോട് കൂടിയിട്ട് ഈ ഉസ്താദ് എന്ത് ചെയ്തു, കാര്യങ്ങൾ മനസ്സിലാക്കി. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മുഖമുണ്ട്. അത് ഒരു സമയം നമ്മളെ വല്ലാതെ പുകഴ്ത്തുകയും ചെയ്യും, അതേസമയം നമ്മളെ അപ്പടി ഡൗൺ ആക്കി ഇടുകയും ചെയ്യും. അപ്പോൾ ഇതിൽ റീച്ച് കിട്ടുകയെന്നില്ല. ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ എനിക്ക് മാത്രം കാണാനാണെങ്കിൽ ഞാൻ കണ്ണാടി പോയി സംസാരിച്ചാൽ മതി. റീച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുക, ആളുകൾ ഞാൻ പറയുന്ന സന്ദേശങ്ങൾ കാണാം. ഇതന്നെയാണ് എല്ലാ വീഡിയോ ഇടുന്ന ഒരു ലക്ഷ്യം. അങ്ങനെ തന്നെയാണ്. എനിക്ക് മാത്രം കാണാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മൊബൈലിൽ എടുത്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് തന്നെ ഇത് കണ്ടാൽ പോരെ. അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ ആ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ എൻ്റെ ലക്ഷ്യം എന്താണ്? അതെല്ലാവരും കാണാൻ. അപ്പോൾ റീച്ച് എല്ലാവരും ലക്ഷ്യമാണ്. അതിലൂടെ പണം ഉണ്ടാക്കാനുള്ള മറ്റൊരു ഓപ്ഷൻ. പണം ഉണ്ടാക്കുന്നവരുണ്ട്, ഉണ്ടാക്കാത്ത ആളുകളുണ്ട്. പണം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലത് പറഞ്ഞിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇടുന്നത് അതിന് തന്നെയാണ്. പക്ഷേ അത് സ്വന്തം മതത്തിന് കരിവാരി തേക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ മതവേഷം കെട്ടിയ ആളുകൾ ചെയ്യരുത്. മതവേഷം കെട്ടിയ ഒരാൾ അപ്പോൾ ആളുകൾ നോക്കുക, ഒരു ഐക്കണയാണ്. അവർ ചെയ്യുന്ന എന്താ പറയുക അബദ്ധങ്ങൾ, അവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഒക്കെ കൂടി പഴി വന്ന് കേൾക്കിയതിനാണ് മതത്തിനാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു മതവേഷത്തിൽ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പലതും ട്രോളർമാർ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് മതവുമായിട്ട് ബന്ധമുള്ളവരും ഇല്ലാത്തവരും ഇയാളങ്ങോട്ട് പിടിച്ച് എയറിലാക്കി. പലരും വളരെ ക്രൂരമായ സൈബർ ആക്രമണമാണ് നടത്തിയിരുന്നത്. എന്തിനാണ് പാവം. അപ്പോൾ ഞാനും എൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ ഇട്ടിരുന്നു, ആ ഒരു കുട്ടിയല്ലേ, അവനക്ക് മാപ്പ് കൊടുക്ക്, അവനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ളൊരു സാവകാശം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടിട്ടായിരിക്കണം, മേ ബി എനിക്കറിയില്ല, ഞാനത് ചോദിച്ചില്ല. അവൻ്റെ ഒരു മാപ്പ് പറയുന്ന ഒരു വീഡിയോ നമുക്ക് അയച്ചു തരാൻ കാരണം മേ ബി അതാവാം. എന്തായാലും ആ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ആ മുഹമ്മദ് സിനാൻ എന്ന പേരുള്ള ആ ഒരു വിദ്യാർത്ഥി ഇത് അയച്ചു തന്നപ്പോൾ അതിൽ സത്യസന്ധത തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പല രീതിയിലുള്ള റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള പല പൊടിക്കൈകൾ ഉപയോഗിക്കും. പൊന്നു മോനെ, ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതിന് ഉപയോഗിക്കുക. അതായത് ഇസ്ലാമിനെ മറ്റൊരാൾ അവഹേളിക്കുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ ചെയ്യരുത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഈസ് എ സിമ്പിൾ, വളരെ സിമ്പിളാണ്. ഇസ്ലാം ഒരു കാര്യം കൂടി പറഞ്ഞു, ഇന്നദ്ദീന യുസ്റുൻ വലാ ഉസ്റുൻ, അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു സാധനമല്ല. അപ്പോൾ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇമോഷണലായിട്ട് കരയുന്നതിന് മുൻപ് നമ്മുടെ കാര്യം ഉറപ്പാക്കിയിട്ട് പോരെ. ആ ഉറപ്പാവുന്നത് മരണത്തോടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ വല്ലാതെ എന്ത് ചെയ്യേണ്ട, ബേജാറാവേണ്ടെന്നർത്ഥം. എന്തായാലും ഉസ്താദിന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ ഈ സിനാൻ എന്ന് വരെയുള്ള ഈ ഉസ്താദിൻ്റെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഇനിയെങ്കിലും അദ്ദേഹത്തിനെ ട്രോളുന്നത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ്. ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഫേസ്ബുക്കിൽ എന്നെ പറ്റി എല്ലാവരും പ്രചരിപ്പിക്കുന്നുണ്ട്, ട്രോളുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സത്യം പറയാ, ആ വീഡിയോ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ കണ്ട വീഡിയോ അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. കുറേ വർഷങ്ങളല്ല, 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ആണ്. പക്ഷേ അത് ആരോ ഒരാൾ ഇപ്പം എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പിന്നെ അവനെ കണ്ടിട്ട് വേറെ ആളിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് എന്നെ പരിഹസിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല രീതിക്ക് പറഞ്ഞതാണ്. അത് പറഞ്ഞതിൽ കുറച്ച് തെറ്റുകളുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അങ്ങനെ പറയുന്നില്ല. ഞാൻ പറഞ്ഞ നല്ല ഉദ്ദേശിച്ചതാണ്, പക്ഷെ അത് മാറിപ്പോയി എന്തായാലും. അതുകൊണ്ട് ഞാൻ പറയാണ് ട്രോളുന്നവരോടും എല്ലാവരോടും, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത് ഞാൻ പറയുന്നുണ്ട്. ഇൻഷാ അള്ളാ ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇനി നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്യും ഇൻഷാ അള്ളാ. അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് എല്ലാവരും എന്നെ എന്തൊക്കെ വൃത്തികേടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ നല്ലൊരു ഉദ്ദേശം, ഞങ്ങൾക്ക് പണം കിട്ടാനോ റീച്ച് കിട്ടാനോ അങ്ങനൊന്നും അല്ല. ഞാൻ നല്ല ദീനിങ്ങനെ മറ്റുള്ളവർക്ക് ഞാൻ കാരണം കൊണ്ട് ഒരാൾ എന്തെങ്കിലും ഒരു അറിവ് ചെയ്താണ്ടല്ലോ അത് മതിയാവും എനിക്ക്. കാരണം ഞാൻ നാളെ ചിലപ്പോൾ ആ ഒരു കാരണമായിരിക്കും രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഉദ്ദേശത്തിലാണ് എല്ലാവർക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് വേറൊന്നും ഒരു ഉദ്ദേശമില്ല. അതുകൊണ്ട് ആ ട്രോളുന്നവരോടും ആ വീഡിയോ കണ്ടവരോടും എല്ലാവരോടും പറയാണ്, ആരോ ഇതാക്കിയതാണ്, പക്ഷേ എന്തായാലും ക്ഷമ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇനി ഞാൻ തെറ്റുകാരനെ നിങ്ങൾ ഉദ്ദേശിക്കണ്ട. ഇൻഷാ അള്ളാ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനി എപ്പോഴും ഇടും ഇൻഷാ അള്ളാ. നിങ്ങളത് നോക്കുക ഇൻഷാ. നമ്മളെ പേജും സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഓക്കെ, ബൈ.